എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കൂടെ ഒരു വിശിഷ്ട വ്യക്തി ചേരുന്നുണ്ട്. അക്കാഡമിക രംഗത്ത്, സാമൂഹിക സാംസ്കാരിക രംഗത്ത് ഏറെക്കാലം മലേഷ്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മൂസ അൽ കാസ്മി സയ്യിദ് അവർകളാണ് നമ്മുടെ കൂടെ ഉള്ളത്. തങ്ങളെ സ്വാഗതം. ഞാൻ കേട്ടിടത്തോളം വളരെ വർഷങ്ങൾ ആയി മലേഷ്യ കേന്ദ്രീകരിച്ച് അക്കാഡമിക രംഗത്ത്, സാമൂഹിക രംഗത്തൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ്. എങ്ങനെയാണ് മലേഷ്യയുടെ ഒരു സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളും ആധുനിക കാലഘട്ടവും? മലേഷ്യ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഒരു വലിയ സങ്കല്പമുള്ളൊരു രാജ്യമാണ്. കാരണം വളരെ വലിയ പുരോഗതി കൈവരിക്കപ്പെട്ട ഒരു രാജ്യം. അപ്പോൾ ആ നിലക്ക് പുതിയൊരു കാലഘട്ടം എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? തങ്ങൾക്ക് അവിടെ അക്കാഡമിക രംഗത്തൊക്കെ എത്രമാത്രം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാനും അതോടൊപ്പം ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ കഴിയുന്നുണ്ട്? അതെ, അൽഹംദുലില്ലാ. മലേഷ്യ നമുക്കെല്ലാവർക്കും അറിഞ്ഞതുപോലെ ഒരു ഡെവലപ്ഡ് മുസ്ലിം കൺട്രിയാണ്. ഒരുപാട് ഡെവലപ്മെൻറ്റ് അച്ചീവ് ആയിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്, ബിസിനസ് ഡെവലപ്മെൻറ്റ്, അതേപോലെ എഡ്യൂക്കേഷണൽ ഡെവലപ്മെൻറ്റ്. ബ്രിട്ടീഷിൻ്റെ അടുത്ത് നിന്ന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ, നമ്മളൊക്കെ നാട് മാതിരി കേരളത്തിൻ്റെ ഒക്കെ സിസ്റ്റത്തിലുള്ള ഒരു ഇസ്ലാമിക് എഡ്യൂക്കേഷൻ അവിടെ നടന്നിരുന്നത്. നമ്മളിവിടെ ദർസ് മാതിരി അവിടെ അതിൻ്റെ പേര് പോണ്ടോ എന്നാണ്. പോണ്ടോ ഒരു ഇമാമിൻ്റെ കീഴിൽ 10, 15, 20 കുട്ടികൾ പഠിക്കുക. നമ്മളിവിടുത്തെ അതേ സിസ്റ്റം, ദർസിൻ്റെ സിസ്റ്റം മാതിരി പള്ളി കേന്ദ്രീകരിച്ച്. പള്ളിയല്ല, അതിന് അവർക്ക് സ്വന്തമായിട്ട് ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൽ വെച്ചിട്ട് അവർ ക്ലാസ് നടത്തും. നമ്മുടെ മദ്രസ എന്ന് പറയുന്നത് പോലെ. മദ്രസ എന്ന് പറയുന്നത് അന്ന് മദ്രസ ആയിരുന്നില്ല ഫസ്റ്റിലെ പേര് പോണ്ടോ. പിന്നീട് ഇസ്ലാമിക വേൾഡിൽ മദ്രസ സിസ്റ്റം വന്നല്ലോ. നമ്മളെവിടെയും പണ്ട് ഓത്തുപള്ളി എന്നൊക്കെ ആയിരുന്നു പണ്ടത്തെ പേര്. പിന്നീടാണ് മദ്രസ സിസ്റ്റം വരുന്നത്. അത് ഏകദേശം അതേപോലെ തന്നെ അവിടെയും ഒരു ഇസ്ലാമിക് റെവല്യൂഷനിൻ്റെ ഒരു മൂവ്മെൻറ്റ് വന്നു. അപ്പോൾ മദ്രസ സിസ്റ്റം അവിടെയും വന്നു. പക്ഷേ എങ്കിൽ പോലും ഈ പോണ്ടോ സിസ്റ്റം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഈ ഒരു ബിൽഡിങ്, ഒരു വീട് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്, അതിൽ ഒരു ഇമാമ്, ആ ഇമാമിൻ്റെ കീഴിൽ കുറച്ച് കുട്ടികൾ ഇങ്ങനെ ദർസും കാര്യങ്ങളും പഠിച്ചുകൊണ്ട് ഇസ്ലാമിയത്തിൻ്റെ അന്തരീക്ഷത്തിൽ വളരുന്ന ഒരു ചുറ്റുപാട് അവിടെ പണ്ടേ ഉണ്ട്, ബ്രിട്ടീഷിൽ വരുന്നതിന് മുമ്പ്. പിന്നെ ഇപ്പോൾ അതെല്ലാം ഒരു മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് മാറി. ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്ലാമിക് എഡ്യൂക്കേഷനാണ്. ഇപ്പോൾ ഇസ്ലാമിക് എഡ്യൂക്കേഷനും അതുപോലെ തന്നെ കോൺവെൻഷണൽ എഡ്യൂക്കേഷനും എല്ലാം മോഡേൺ ലെവലിലേക്ക് മാറി. ഇപ്പോൾ ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബ് തന്നെ നമുക്ക് പറയാം. ഒരുപാട് ഡെവലപ്ഡ് നാട്ടിലത്തെ യൂണിവേഴ്സിറ്റി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, UK, അമേരിക്ക, ചൈനക്ക് ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി, വലിയൊരു യൂണിവേഴ്സിറ്റി തുറന്നിട്ടുണ്ട് അവിടെ. ഇപ്പോൾ അവരൊക്കെ യൂണിവേഴ്സിറ്റി ഡിഗ്രി ഓഫർ ചെയ്യുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ പല ഭാഗത്തു നിന്ന് വന്നിട്ട് പഠിക്കുന്നുണ്ട്. ഇത് ഫോറിൻ ഇൻഫ്ലുവൻസ്. അതേപോലെ തന്നെ ഫോറിൻ സ്റ്റുഡൻസും വരുന്നു. അവർ വന്നിട്ട് ലോക്കൽ യൂണിവേഴ്സിറ്റികളിലും ഇങ്ങനെയുള്ള ഫോറിൻ യൂണിവേഴ്സിറ്റികളിലും അഡ്മിഷൻ വാങ്ങി അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഇസ്ലാമിക് വേൾഡിൽ മലേഷ്യ ഈസ് വെരി ഡെവലപ്ഡ് മുസ്ലിം കൺട്രി. ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിൽ പോലും 100 കണക്കിന് അറബികൾ വന്നിട്ട് പഠിക്കുന്നുണ്ട്. അറബികൾ ഇപ്പം എൻ്റെ കീഴിൽ തന്നെ ഒരുപാട് അറബിക് സ്റ്റുഡൻസ് ഒമാനികളും കുവൈത്തികളും ഖത്തരികളും സൗദികളും ലിബിയയിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ട്. ഇവരൊക്കെ മാസ്റ്റേഴ്സും PhD ചെയ്യണവരധികം. അങ്ങനെ അവരെ ഗവൺമെൻറ് സ്പോൺസർ ചെയ്ത് മലേഷ്യയിലേക്ക് പറഞ്ഞയക്കുന്നു, അവർ പഠിക്കുന്നു. പക്ഷെ അവരധികം ഇസ്ലാമിക് സ്റ്റഡീസിൽ അവർ സ്പെഷ്യലൈസ് ചെയ്യുന്നത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ബേസാണ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. അവർ ചിലപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരായിരിക്കും. ആ ഉദ്യോഗസ്ഥനനുസരിച്ച് അവരുടെ ഒരു 50-ാമത്തെ 45-ഓ 50-ഓ വയസ്സിൽ അവർക്ക് റിട്ടയർമെൻറ്റിൻ്റെ ടൈമിൻ്റെ കുറച്ച് മുമ്പ് അവർക്കുള്ള എക്സ്പീരിയൻസ് ഒരു ബുക്കിലാക്കുക എന്നുള്ള, ഒരു ക്വാളിഫൈഡ് ബുക്കിലാക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് അവരെ ഗവൺമെൻറ് സ്പോൺസറാക്കി വിടുന്നത്. അങ്ങനെ മലേഷ്യ ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബാണ്. എല്ലാ ഫാക്കൽറ്റിയും ഉണ്ട്, എല്ലാ ഫാക്കൽറ്റി. ഈ മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്നൊക്കെ മതപരമായിട്ടുള്ള ഡിഗ്രി അല്ലെങ്കിൽ PhD ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടൂടെ ആളുകൾ വരുന്നുണ്ട്. മലേഷ്യ ഇസ്ലാമിക രാഷ്ട്രം എന്നതിനപ്പുറത്തേക്ക് ഈ മതപരമായ അന്തരീക്ഷത്തിന് എത്രമാത്രമാണ് അവർ ഈ പ്രാധാന്യം കൊടുക്കുന്നത് മറ്റ് ഭൗതിക വിദ്യാഭ്യാസത്തിനെ അപേക്ഷിച്ച്? അവിടുത്തെ ഒരു പ്രത്യേകത ഇസ്ലാമൈസേഷൻ ഓഫ് ദ നോളജ് ആണ്. അവരെ മോത്തോ അതാണ്. ഏത് ഏരിയ ഓഫ് ദ നോളജ്, എനി ഏരിയ ഓഫ് ദ നോളജ്, ആ നോളജിനെ ഇസ്ലാമൈസേഷൻ ആക്കുക.
അതിൽ വാല്യൂസ് ഇൻപുട്ട് ചെയ്തിട്ട്, അത് മോറൽ വാല്യൂസ്. നോൺ മുസ്ലിംസിനാണെന്ന് വെച്ചാൽ അവർ റിലീജിയസ് ബേസ്ഡ് മോറൽ വാല്യൂസ്, മുസ്ലിംസിനാകുമ്പോൾ നമ്മളെ മുസ്ലിം മോറൽ വാല്യൂസ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇസ്ലാമൈസേഷൻ ഓഫ് ദ നോളേജ് എന്ന ബേസിക്കൽ മോറൽ വാല്യൂസ് വെച്ചിട്ടാണ് എഡ്യൂക്കേഷൻ്റെ എല്ലാ ഫാക്കൽറ്റികളും ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് ലീഗലാവട്ടെ, എക്കണോമിക്സ് ആവട്ടെ, എൻജിനീയറിംഗ് ആവട്ടെ, മെഡിക്കൽ ഫീൽഡ് ആവട്ടെ. ചില യൂണിവേഴ്സിറ്റികളിൽ ഒരു കുട്ടി ഡോക്ടറായിട്ട് പുറത്ത് വരുമ്പോൾ ഹി ഈസ് ഓൾസോ ക്വാളിഫൈഡ് ടു ബിക്കം എ ഖത്തീബ്. ഒരു ഖത്തീബ്, ജുമാക്ക് ഖത്തീബായിട്ട് പിന്നെ ഫ്രൈഡേ സെർമൺ കൊടുക്കാൻ പറ്റുന്ന കഴിവുള്ള ഒരു കുട്ടിയായിട്ടാണ് ആ കുട്ടിയെ യൂണിവേഴ്സിറ്റി പുറത്ത് വിടുന്നത്. അപ്പോൾ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ഈസ് എ മോട്ടോ, ഈസ് വൺ ഓഫ് ദെയർ ഐഡന്റിറ്റി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് മലേഷ്യ. മലേഷ്യ ഇപ്പം നമ്മൾ കാണുന്നത് മലേഷ്യ അമ്പരചുംബികളായിട്ടുള്ള കെട്ടിടം, മനോഹരമായ തെരുവുകൾ, നഗരങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ മലയാളികളുടെ മുമ്പിൽ മലേഷ്യയെ നോക്കി കാണുന്ന ഒരു മലേഷ്യ. പക്ഷെ മലേഷ്യ ഡെവലപ്പ് ആകുന്നതിൻ്റെ അതിൻ്റെ ഒരു സ്ട്രക്ചറും അതും ഏത് കാലം മുതൽ മലേഷ്യ ഡെവലപ്പ് ആകുന്നു, എന്താണ് അവർ ഡെവലപ്പ് ആകുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കുതിച്ചുചാട്ടത്തിലേക്ക് ആ രാജ്യത്തെ നയിച്ചിട്ടുള്ളത്, അതിൽ അവിടുത്തെ ജനങ്ങളുടെ ഒരു പങ്കും ഭരണകൂടത്തിൻ്റെയൊക്കെ പങ്ക് എങ്ങനെയാണ്? ഭരണകൂടം അവർ സ്റ്റേബിൾ ഗവൺമെൻറ് ആയിരുന്നു മുമ്പൊക്കെ. സ്റ്റേബിൾ, ഡോക്ടർ മഹാതിർ ബിൻ മുഹമ്മദിൻ്റെ കാലത്ത് ഒരുപാട് വർഷങ്ങളോളം അദ്ദേഹം തന്നെയാണ് പ്രൈം മിനിസ്റ്റർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് മോസ്റ്റ് എല്ലാ ഡെവലപ്മെൻറ്റും അവിടെ അധികം വന്നത് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ്. അപ്പോൾ നമ്മൾക്ക് അക്കാഡമിഷ്യനായ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്, ഒരു നാടിൻ്റെ പൊളിറ്റിക്സ് സ്റ്റേബിൾ ആണെങ്കിൽ ആ നാടിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതിൻ്റെ തെളിവാണ് മലേഷ്യ. അപ്പോൾ ഗവൺമെൻറ്റും അവിടുത്തെ ഗവൺമെൻറ് മിഷനറിയും ജനങ്ങൾക്ക് വേണ്ട രൂപത്തിൽ അവരുടെ ഡെവലപ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യാണ്. അവരുടെ എക്കണോമി, അവരുടെ ബിസിനസ് ഫാക്കൽറ്റീസ്, അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഫോർ എക്സാമ്പിൾ നോർമൽ സ്മാൾ കുടിൽ വ്യവസായത്തിന് പോലും ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും. അത് മാത്രമല്ല, പിന്നെ ഫോറിൻ കൺട്രീസിനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനും അവർ വല്ലാതെ വെൽക്കം ചെയ്യുന്നുണ്ട്, സ്വാഗതം ചെയ്യുന്നുണ്ട്, നല്ല ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. ഈ കാരണങ്ങളെ കൊണ്ടാണ് ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ടായത് കൊണ്ടാണ് ആ നാട് ഉയരാൻ കാരണം. പിന്നെ അവിടുത്തെ ജനങ്ങൾ വെരി സോഫ്റ്റാണ്, ഒബീഡിയൻസ് ആണ്. ജനങ്ങൾ സോഫ്റ്റും ഒബീഡിയൻസ് ആകുമ്പോൾ അവർ ഭരിക്കുന്ന ഗവൺമെൻറ്റിന് എതിരായിട്ട് റിവല്യൂഷൻ ഒന്നും ഉണ്ടാക്കില്ല. സ്ട്രൈക്ക് പോലുള്ള പരിപാടിയൊന്നുമില്ല അവിടെ. സ്ട്രൈക്കൊന്നുമില്ല, പബ്ലിക് സ്ട്രൈക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ചില പൊളിറ്റിക്സിൻ്റെ കാരണം കൊണ്ട് ചില ചെറുതായിട്ടുള്ള, പക്ഷെ അതൊക്കെ അണ്ടർ ദി സ്ട്രിക്റ്റ് സർവേലൻസ് ഓഫ് ദ റൂളിംഗ് ഗവൺമെൻറ്, അല്ലെങ്കിൽ ആ കൺട്രീൻ്റെ ലോക്ക് അനുസരിച്ചായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഡെവലപ്മെൻറ്റിൻ്റെ കാരണം പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയാണ്, പിന്നെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടാണ്. അതുപോലെ ഈ ഒരു ഇസ്ലാമിക കൾച്ചർ നിലനിൽക്കുന്ന ഒരു രാജ്യത്തെ വിദ്യാഭ്യാസ രീതി, ഒരു ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുന്ന നമ്മുടെ ഇന്ത്യ പോലത്തെ കേരളം പോലത്തെ സ്ഥലങ്ങളിലുള്ള വിദ്യാഭ്യാസ രംഗത്തെ മാറ്റം നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും താങ്കൾ അനുഭവിച്ചറിഞ്ഞ ഒരു അക്കാഡമീഷ്യൻ എന്ന നിലയിൽ നമ്മുടെ കേരളത്തിൻ്റെ, നിങ്ങൾ കണ്ട ലോകത്ത് നിന്ന് നമ്മുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ എങ്ങനെ വിലയിരുത്തുമ്പോൾ വിച്ച് ഈസ് ദ ബെറ്റർ? ഞാൻ എപ്പോഴും പറയും കേരള എഡ്യൂക്കേഷനാണ് ബെറ്റർ. ഞാൻ കേരളത്തിൽ ജനിച്ച ആളായത് കൊണ്ടല്ല, അതിനെ വാല്യൂ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കേരള എഡ്യൂക്കേഷനാണ് ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ. അതുകൊണ്ട് മറ്റുള്ള നാട്ടിലെ എഡ്യൂക്കേഷൻ തെറ്റാണെന്നല്ല പറയുന്നത്, കുറവാണെന്നല്ല പറയുന്നത്. കേരളത്തിൻ്റെ എഡ്യൂക്കേഷനിൽ ഒരു ട്രഡീഷണൽ വാല്യൂസ് ഉണ്ട്. ഇവിടെ എല്ലാവരും ഒരേപോലെയാണ്. എഡ്യൂക്കേഷൻ സെൻറ്ററിൽ ഒരു ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ല. പിന്നെ ഗവൺമെൻറ് ഫ്രീ എഡ്യൂക്കേഷനാണ് ഇവിടെ കൊടുക്കുന്നത് നമ്മുടെ നാട്ടിൽ. പിന്നെ ഇപ്പോൾ കുറച്ച് മോഡേൺ സൊസൈറ്റിയിൽ കുറച്ചൊക്കെ അധികം ആളുകളും നമ്മളെ നാട് വിട്ടിട്ട് വിദേശങ്ങളിൽ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ കേരള എഡ്യൂക്കേഷനാണ് നമ്പർ 1 എഡ്യൂക്കേഷൻ എന്ന് ഞാൻ എപ്പോഴും പറയും. അത് അവിടുത്തെ അക്കാഡമിഷ്യൻ ആയിക്കൊണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ബിക്കോസ് ഇവിടെ ബേസിക് ഉണ്ട്. എന്നാൽ വിദേശങ്ങളിലൊക്കെ ചിലപ്പോൾ ബേസിക് കുറവായിരിക്കും. അവർക്ക് മെഷീനറിയും എക്യുപ്മെൻറ്റ്സും ഡിസ്കവറീസും ഒരുപാടുണ്ടാകും. അപ്പോൾ അവർ ഡിപ്പെൻഡിങ് ഓൺ ദ മെഷീൻ, ഡിപ്പെൻഡിങ് ഓൺ ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എക്സെട്ര എക്സെട്ര. ബട്ട് ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു ബേസിക് നമ്മൾ പ്രൈമറി സ്കൂളിൽ നിന്ന് പഠിക്കുന്ന ആ മനക്കണക്ക് പോലുള്ള പഠനങ്ങൾ നമ്മൾ മാസ്റ്റേഴ്സും PhDക്കും പോകുമ്പോഴും അത് ഒരു വളരെ ഒരു ഇഫക്റ്റീവായിട്ട് സ്റ്റുഡൻറ്റിന് ഒരു സപ്പോർട്ടിങ് എലിമെൻ്റ് ആയിട്ടുണ്ടാവും. അതൊന്ന്. പിന്നെ ഇപ്പോൾ മറ്റുള്ള നമുക്കുള്ള കുറവ്, കേരളത്തിലുള്ള കുറവ്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഫോറിൻ കൺട്രീസിൽ നിന്ന് പഠിക്കണം. മോഡേൺ
ഏരിയയിൽ. അതുകൊണ്ടാണ് നമുക്കറിയാം. ഇപ്പം ഞങ്ങൾ ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ കേരളത്തിൽ ഒരുപാട് കുട്ടികൾ വന്ന് പഠിക്കുന്നുണ്ട്. അവരോട് ചോദിക്കുകയാണ്, വൈ നിങ്ങൾ എന്താണ് മലേഷ്യ ചൂസ് ചെയ്യാൻ കാരണം പറഞ്ഞാൽ അവർ പറയുന്നതൊക്കെ ഇതൊക്കെയാണ്. ഇത്ര സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ല, ഇത്തരം ഡെവലപ്ഡ് നോളജ് ഒന്നും അവിടെ ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ എത്രമാത്രം ശരിയാണെന്ന് ഞാൻ ഇവിടുത്തെ ഹയർ എഡ്യൂക്കേഷൻ ഞാൻ കമ്പയർ ചെയ്തിട്ടില്ല. അവിടെ അതുണ്ട്. പക്ഷെ നമ്മളെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നത് അവർ പറയുന്നത് ഇവിടെ ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആണ്. മോഡേൺ വേൾഡിലെ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ ക്വാളിഫൈഡ് ആവും എന്നൊരു തോന്നൽ നമുക്കിവിടെ ഉണ്ട്. അത് ചിലപ്പോൾ നമ്മളെ കേരളത്തിൽ ചെയ്താൽ അത് ഉണ്ടാവില്ല എന്നുള്ള ഒരു പേടി ആ കുട്ടികൾക്കുണ്ട്. ഈ കേരളത്തിലൊക്കെയുള്ള കുട്ടികൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അവിടേക്ക് കൂടുതലായിട്ട് വരുന്ന പ്രവണത, അപ്പോൾ മൈഗ്രേഷൻ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. കണ്ടമാനം കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരധികം വരുന്നത് ബാച്ചിലർ ഡിഗ്രിക്കും മാസ്റ്റേഴ്സിനും PhDക്കുമാണ്. ഇതിന് 3നും വരുന്നതാണ് അവർ. പക്ഷേ സ്കൂൾ വിദ്യാഭ്യാസം ഒക്കെ ഇവിടെയാണ്. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് +2 കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 20% +2 കഴിഞ്ഞ കുട്ടികളും, പിന്നെ ഡിഗ്രിക്ക് ഒരു 50 to 60% എബോവ് ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾ മാസ്റ്റേഴ്സിന് വരുന്നു. PhDക്ക് ഒരു 10% ഒക്കെ ഉള്ളൂ, അധികം. ഈ അറബ് രാഷ്ട്രങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു മതപരമായ ചട്ടക്കൂടിലുള്ള രാജ്യം എന്നുള്ള നിലയിൽ ആ രണ്ട് കൾച്ചറിനെയും എങ്ങനെയാണ്, അല്ലെങ്കിൽ അറബ് രാജ്യത്തെയും മലേഷ്യയും എങ്ങനെയാണ്, എന്തുകൊണ്ടും ഒരു അറബ് പോലെയുള്ളൊരു സമ്പൂർണ്ണ ഒരു മുസ്ലിം ഐഡന്റിഫൈ രാഷ്ട്രമായില്ല? അതെ, അറബ് നാടുകൾക്ക് അവരുടേതായിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ട്, അവരുടേതായിട്ടുള്ള ട്രഡീഷണൽ വാല്യൂസ് ഉണ്ട്, അവരുടെ ലാംഗ്വേജ് മസ്റ്റ് ഫോളോ അപ്പ് ചെയ്യണം അവർക്ക്. ഇങ്ങനെയുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ള അധികം അറബ് നാടുകളിലും അങ്ങനെയാണ്. അപ്പോൾ അവരെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻഷാല്ലാ സ്ലോലി അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചില അറബ് കൺട്രീസ് വാല്യൂസ് ചിലപ്പോൾ അവർക്ക് നല്ലൊരു % വാല്യൂസ് തന്നെ കൊളപ്സായ അറബ് കൺട്രീസ് ഉണ്ട്, മോഡേണിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ 100% ഇപ്പോഴും ട്രഡീഷണൽ ഫോളോ ചെയ്യുന്ന അറബ് കൺട്രീസ് ഉണ്ട്. ഇവിടെ മലേഷ്യ വരുന്നത്, മലേഷ്യ ഒരു ബാലൻസ്ഡ് ആണ്. ട്രഡീഷണൽ ഉണ്ട്, അതേ സമയത്ത് മോഡേൺ എഡ്യൂക്കേഷൻ ഉണ്ട്. പിന്നെ അവരുടെ നാഷണൽ ലാംഗ്വേജ് 4 ലാംഗ്വേജാണ്: മലയ്, ഇംഗ്ലീഷ്, മാൻഡറിൻ, തമിഴ്. ഈ 4 ലാംഗ്വേജാണ്. ഈ 4 ലാംഗ്വേജിനുള്ള 4 തരത്തിലുള്ള സ്കൂൾ അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ തമിഴ് എങ്ങനെയാണ് ഇതിലേക്ക്? തമിഴ് ബ്രിട്ടീഷിൻ്റെ ഭരണകാലത്ത് അവിടുത്തെ ചില ഇൻഡസ്ട്രിയൽ, ഫോർ എക്സാമ്പിൾ റബ്ബർ എസ്റ്റേറ്റ്, റബ്ബർ ഏരിയയിലേക്കൊക്കെ, അതുപോലെ റോഡ് പണിക്ക്, റെയിൽവേ പണിക്കൊക്കെ ഇവിടുന്ന് ആളുകളെ റിക്രൂട്ട്മെൻറ്റ് ചെയ്തിരുന്നു. ആ ഒരു ജനറേഷൻ അത് അധികം തമിഴ്നാട് മുസ്ലിംസാണ്. അധികം മുസ്ലിംസ് തമിഴ്നാട്ടിലെ ആളുകളായിരുന്നു, തമിഴ്മാരായിരുന്നു അക്കാലത്തുണ്ടായിരുന്നു. ഇതിൽ മുസ്ലിംസും ഉണ്ട്, നോൺ മുസ്ലിംസും ഉണ്ട്. ആ ജനറേഷൻ അവരങ്ങനെ ഒരു കൂലിയായിട്ടും മേസ്തിരി ആയിട്ടും സൂപ്പർവൈസറൊക്കെ ആയിട്ട് ആ ജനറേഷൻ കഴിഞ്ഞു. പക്ഷെ അവരെ മക്കളൊക്കെ സർവൈവൽ മൂഡിൽ നല്ല എഡ്യൂക്കേഷൻ കിട്ടിയവർക്ക്. അപ്പോൾ അവരെ കൂട്ടത്തിൽ അധികം ലോയേഴ്സ്, എൻജിനീയേഴ്സ്, ഡോക്ടേഴ്സ്, പൈലറ്റ്സ്, ഈ പ്രൊഫഷണൽ ഏരിയയിൽ നമ്മളെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി നല്ല ഉയർന്ന്, സിംഗപ്പൂർ, മലേഷ്യ ഒക്കെ നല്ല ഉയർന്നു വന്നിരിക്കുന്നവർ. അതുകൊണ്ട് ഇവരെപ്പോഴും ഭരണകൂടത്തിൽ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ കൂടെ ആയിരിക്കും ഇവരുടെ ഈ മൈനോറിറ്റിൻ്റെ കോമ്പണൻ്റ് ഉണ്ടാവുക. അത് കാരണം അവരുടെ ഭാഷ, അതായത് തമിഴ് ഒരു നാഷണൽ ലാംഗ്വേജ് ആയിട്ട് ഗവൺമെൻറ് അംഗീകരിച്ചു. അതേപോലെ തന്നെ ചൈനീസും മാൻഡറിൻ അവരുടെ ഭാഷ അംഗീകരിച്ചു. പിന്നെ ഇംഗ്ലീഷ് ഒരു വേൾഡ് ലാംഗ്വേജ് ആയതുകൊണ്ട് അത് അവിടെ എപ്പോഴും ഒരു നോർമലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലോക്കൽസിൻ്റെ ഭാഷ മലയ് ഭാഷ. ഈ 4 ഭാഷയിലും സെപ്പറേറ്റ് സ്കൂളുണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റി, ഹയർ ലേണിംഗ് സെൻറ്റേഴ്സൊക്കെ, ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ അധികം ഇംഗ്ലീഷും മലയാണ്, പക്ഷെ മെജോറിറ്റി ഇംഗ്ലീഷാണ്. ഒരു ഡെവലപ്ഡ് കൺട്രി എന്ന നിലയിൽ ഇപ്പോൾ ജിയോ പൊളിറ്റിക്കലി ഉള്ള ഇഷ്യൂസുകളിലൊന്നും മലേഷ്യ അങ്ങനെ അഭിപ്രായം പറയുന്നൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അതെ. പ്രത്യേകിച്ച് ഇപ്പോൾ ഇറാൻ വാറിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അതൊക്കെ, ഈ യുദ്ധമൊക്കെ ഏതെങ്കിലും തരത്തിൽ ഈ രാജ്യത്തെയും ബാധിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് വലിയൊരു ഡെവലപ്ഡ് കൺട്രി ആയിട്ട് ഇപ്പോൾ ചൈന അവരുടെ അഭിപ്രായങ്ങൾ പറയും, റഷ്യ അവരുടെ അഭിപ്രായം പറയും, അമേരിക്ക പറയും, അങ്ങനെയൊക്കെ പറയാം. പക്ഷേ എന്തുകൊണ്ട് മലേഷ്യ അങ്ങനെ ഒരു ജിയോ പൊളിറ്റിക്കലി ഇടപെടലുകൾ നടത്തുന്നില്ല? അത് അവരുടെ ഗവൺമെൻറ് പോളിസിയാണ്. അവർ പോളിസി ഭരിക്കുന്ന, അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ പോളിസിയാണ്. അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്, എത്രമാത്രം ഇൻവോൾവ് ആക്കാമെന്നും എത്രമാത്രം ഇൻവോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള അവരുടെ പോളിസി ഉണ്ട്. ആ പോളിസിക്കനുസരിച്ച് ഗവൺമെൻറ് ഓഫ് ദ ടൈം അവർ ഡിസൈഡ് ചെയ്യും. ഇപ്പോഴത്തെ ഗവൺമെൻറ് അങ്ങനെയാണ്, നേരത്തെ ഗവൺമെൻറ് വേറെ രൂപത്തിലാണ്. എന്നിരുന്നാലും ഇസ്ലാമിക് വാല്യൂസ്, പിന്നെ അവിടുത്തെ നാഷണൽ വാല്യൂസ്, അതിലവർ നല്ല സ്ട്രോങ് ആണ്.
അവരെ നാഷണാലിറ്റി അത് മുസ്ലിം ആവട്ടെ നോൺ മുസ്ലിം ആവട്ടെ എല്ലാവരും അവർ പ്രൊട്ടക്റ്റ് ചെയ്യും. അവർ പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ ഇപ്പോൾ ഈ ഗൾഫ് ഇപ്പോഴത്തുള്ള ഈ അവസ്ഥ കറണ്ട് സിറ്റുവേഷൻ കൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും സംഭവിക്കുന്ന സംഭവങ്ങളും അവിടെയുണ്ട്. എണ്ണൻ്റെ ഗ്യാസിൻ്റെയും പ്രശ്നങ്ങളൊക്കെ. പക്ഷെ അവർക്ക് സ്വന്തമായിട്ടുള്ള ഗ്യാസൊക്കെ ഉണ്ടായത് കൊണ്ട് അത് കുറച്ച് പരിഹരിക്കാവുന്നതാണ്. അവസാനമായിട്ട് നമ്മളെ തങ്ങളുടെ തൊപ്പി, ഒരു മലേഷ്യൻ തൊപ്പിയുടെ ഒരു കൂർത്ത പൊന്തിയ ഒരു തൊപ്പിയാണ്, പഴയ നമ്മുടെ സൂഫികളുടെ ഒക്കെ തലയിലുള്ള. അതിൻ്റെയൊക്കെ എന്ത് വസ്ത്രത്തിലൊക്കെ എങ്ങനെയാണ് അവിടെ? ഇത് ട്രഡീഷണൽ തൊപ്പിയാണ്, അവർ നാഷണൽ ക്യാപ്പാണിത്. അവരുടെ നാഷണൽ. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഇങ്ങനെ വളഞ്ഞു വരുന്നത് നമ്മുടെ നേപ്പാളികളൊക്കെ കുറച്ചുകൂടി ഈ ടൈപ്പ് ഓഫ്. ഇതിപ്പോൾ ഏകദേശം ഇതാണ് ഇപ്പോൾ അവിടുത്തെ സ്റ്റാൻഡേർഡ് ക്യാപ്പ്. പിന്നെ അതിന് മുമ്പ് ബ്രിട്ടീഷുകാരൻ്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ക്യാപ്പ്, അത് അങ്ങനത്തെ ക്യാപ്പ് ഇവിടെ ഇന്ന് കുറച്ചും കൂടി ചെറുതായിട്ടുള്ള മോഡൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഇല്ല. ഇവിടെ നമ്മുടെ നാട്ടിൽ പഴയ തങ്ങന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന ആ മോഡൽ തൊപ്പി മുമ്പ് ഉണ്ടായിരുന്നു അവിടെ, അത് ഇപ്പോൾ ഇല്ല അവിടെ. ഇപ്പോൾ അവിടെ നാഷണൽ ക്യാപ്പ് ഇത് തന്നെയാണ്. പിന്നെ ഉസ്താദുമാരൊക്കെ വൈറ്റ് ക്യാപ്പ്, വൈറ്റ് ഒരു വെള്ള തൊപ്പിയാണ് അധികം. പിന്നെ തലീകെട്ടുണ്ട്, ടെർബൻഡ്. ഇപ്പോൾ ഒഫീഷ്യൽ നാഷണൽ പ്രോഗ്രാംസിലൊക്കെ ഇതേ തൊപ്പിയാണ് ഇടല്. അത് നാഷണൽ യൂണിഫോമാണ്. പിന്നെ അവർക്കൊരു ജുബ്ബുണ്ട്, ഒരു ബാത്തേ കൊണ്ട് ഉണ്ടാക്കിയ ജുബ്ബ് ഉണ്ടാവും, അതിന് ഒരു ഇതുണ്ടാവും, ഒരു ട്രൗസറൊക്കെ, ഒരു പാൻറ് മാർക്കുള്ളതൊക്കെ. പിന്നെ അരക്കൊരു കെട്ട് കിട്ടും. അതൊക്കെ ആക്ച്വലി മോഡസ്റ്റിയാണ്. നമ്മൾ ഷാഫി മദ്ഹബ് തന്നെ പറയുന്നുണ്ടല്ലോ, പാൻറ് ഇട്ട് നിസ്കരിക്കുന്നത് അത്ര നല്ലതല്ല, കാരണം ഇതിൻ്റെ രണ്ട് ഭാഗങ്ങൾ കാണുകയാണ്. അത് മറച്ചൊക്കെ ഒരു മോഡസ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ അക്കാലത്ത് തുടങ്ങി വെച്ചിരുന്നത്. അത്ര സ്ട്രിക്റ്റ് ആണ് അവർ ഭയങ്കര ട്രഡീഷണൽ മുസ്ലിംസ് ആണ്. ഭയങ്കര ട്രഡീഷണലാണ്. അതിൻ്റെ ഇസ്സത്ത് അവരെടുത്തുണ്ട്. അത് നമുക്ക് കാണാൻ കഴിയും അവരെ കൾച്ചറിലും അവരെ അഖ്ലാഖിലും അവരെ ആറ്റിറ്റ്യൂഡിലൊക്കെ അതുണ്ട്. സ്നേഹമുള്ള ജനങ്ങൾ, വളരെ സ്നേഹമുള്ളവരാണ്, വളരെ സോഫ്റ്റാണ്, അവർ ക്യാരക്ടറൊക്കെ സോഫ്റ്റാണ്, വളരെ ഒരു നല്ലൊരു കമ്മ്യൂണിറ്റിയാണ്. ഇപ്പം എത്ര വർഷമായി അവിടെ മലേഷ്യയിലായിട്ട്? ഞാൻ 1988 മുതൽ അവിടെ. അപ്പോൾ ഏകദേശം 38 വർഷത്തോളം. അപ്പോൾ ഇതിനിടയിൽ അത് നമ്മൾ രണ്ട് രാജ്യത്തെ മാതൃരാജ്യത്തെ നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല എന്നാണല്ലോ അല്ലേ ചോദിക്കാൻ പറ്റും. ഏതായിരുന്നാലും വളരെയധികം സന്തോഷം. താങ്കളെ കണ്ടുമുട്ടിയ ഒരു സാഹചര്യത്തിൽ ഒരുപാട് മലേഷ്യൻ അനുഭവങ്ങൾ ചോദിച്ചറിയുക, പുതിയ അറിവ് കരസ്ഥമാക്കാൻ എനിക്കും സാധിച്ചു. കൂടുതൽ കരസ്ഥമാക്കാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും. ആമീൻ.